അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് എം വിജയകുമാർ. അന്നത്തെ ധീരനായ SFI നേതാവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഏറ്റുവിളിച്ചത് പിന്നീട് മന്ത്രിയായ ജി സുധാകരൻ. എം വിജയകുമാർ നിയമസഭാ സ്പീക്കറായി, ജി സുധാകരൻ മന്ത്രിയായി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി മിസ നിയമം അനുസരിച്ച് അന്ന് അറസ്റ്റിലായി. ആ മുദ്രാവാക്യം വർക്കലയിലെ ചുമരിൽ എഴുതി, വർക്കലയിൽ അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു. ആ മനുഷ്യന്റെ പേരാണ് വർക്കല വിജയൻ, അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷി. 1975 ആദ്യ നാളുകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ തന്നെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വർക്കലയിലെ ചുമരുകളിൽ പോസ്റ്ററായി ഒട്ടിച്ച വർക്കല വിജയനെ പോലീസ് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിൽ നിന്ന് പിന്തുടർന്നെത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് വീട്ടുകാരൊക്കെ തിരക്കിപ്പോയപ്പോൾ പോലീസ് പറഞ്ഞു അങ്ങനെ ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. എന്നാൽ ഈ പോലീസ് കസ്റ്റഡിയിൽ വർക്കല വിജയനെ ക്രൂരമായി മർദ്ദിക്കുന്നത് നേരിൽ കണ്ട വടശ്ശേരിക്കോണം പ്രസന്നൻ, വർക്കല വിജയന്റെ അടുത്ത സുഹൃത്ത് പ്രസന്നൻ, ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. 1976 കാലഘട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്ന വർക്കല വിജയൻ, അദ്ദേഹം വർക്കലയിൽ ഇന്ന് നിലനിൽക്കുന്ന വർക്കല പോലീസ് സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തൊരു റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിന് സമീപം ഒരു ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്നു. ആ ബുക്ക് സ്റ്റാളിൻ്റെ പേരാണ് യനാൻ ബുക്ക് സ്റ്റാൾ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഒരു 1976 ഫെബ്രുവരി മധ്യത്തോടുകൂടി എന്നെക്കുറിച്ച് പോലീസ് അന്വേഷണം ഉണ്ടായി. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഫെബ്രുവരി 20 ശേഷം രാത്രി കാലങ്ങളിലൊക്കെ എന്നെക്കുറിച്ചുള്ള എൻ്റെ വീട് മനസ്സിലാക്കുന്നതിനും വീട്ടിലേക്ക് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാനുമായിട്ടൊക്കെ ഒരു പല ഭാഗങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു, നോക്കി നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റീലിൽ ഉണ്ടാക്കപ്പെട്ട വൃത്താകൃതിയിൽ ഇങ്ങനെ കറങ്ങി ചുറ്റി പോയി മുകളിലോട്ട് കയറും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന ഒരു ഹാളാണ്. ആ ഹാളിൽ കുറേ ആൾക്കാരെല്ലാം അവിടെ ക്ലർക്കൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടം കഴിഞ്ഞിട്ട് നേരെ ഇടനാഴിയുടെ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ഒരാളവിടെ കിടക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേക്ക് വർക്കല വിജയനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട ഉടനെ അവിടെ ഒരു ചെറിയ തോർത്ത് മാത്രം കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. നിലത്ത് ഇങ്ങനെ മറന്ന് കിടക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കാൻ ഭാവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉടൽ പൊങ്ങുന്നില്ല. തല ഒന്ന് പൊക്കി ചിരിച്ചുകൊണ്ട് പിന്നെ ഞരങ്ങലും മൂടലും ഒക്കെ നടത്തി അങ്ങ് കിടക്കുകയാണ് ചെയ്തത്. അത്രയേറെ അവശ നിലയിലായിരുന്നു. പ്രസന്നൻ പറയുന്നതിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. പ്രസന്നൻ കണ്ട കാഴ്ചകളാണ്. വർക്കല വിജയനെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു. എവിടെയാണ്? ആ കെട്ടിടവുമായി എനിക്ക് ഒരു ബന്ധമുണ്ട്. അടിയന്തരാവസ്ഥ കാലവുമായല്ല, ആ കെട്ടിടത്തിലാണ് പിന്നീട് സൂര്യ TV-യുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഏകദേശം 5 വർഷക്കാലം സൂര്യ TV-യുടെ ഭാഗമായി ജോലി ചെയ്തപ്പോൾ ആ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് പണിക്കേഴ്സ് ലൈനിലുള്ള ആ ഒരു ബംഗ്ലാവാണ്. ബംഗ്ലാവിനെ പേടിപ്പിക്കുന്ന കെട്ടിട സമുച്ചയമാണ് പണിക്കേഴ്സ് ലൈനിലുള്ള ബംഗ്ലാവ്. അവിടെയായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ 5 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ, അതായത് കെട്ടിടത്തിൻ്റെ ഓണറൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വർക്കല വിജയൻ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണെന്ന്. എന്നിട്ട് വർക്കല വിജയൻ എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥയുടെ നീറുന്ന ഓർമ്മകളുമായി ജീവിക്കുന്ന ആളുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ മാധവൻപിള്ള സാറിൻ്റെ അഭിമുഖം കാണിച്ചിരുന്നു. അതുപോലെ ഇന്നത്തെ പത്രങ്ങളിൽ ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ ഇന്ന് വരുന്നുണ്ട്. ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ MA ബേബി, കോടിയേരി സഖാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുപോലെ ജി സുധാകരൻ, അതുപോലെ തന്നെ എം വിജയകുമാർ, അവരൊക്കെ അക്കാലഘട്ടത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഇന്ദിരാഗാന്ധിയുടെ കിരാത ഭരണത്തിനെതിരെയും അടിയന്തരാവസ്ഥയ്ക്കെതിരെയും മുദ്രാവാക്യം മുഴക്കിയ ആളുകളാണ്. ഇന്ന് അടിയന്തരാവസ്ഥ സമരത്തെയൊക്കെ ഹൈജാക്ക് ചെയ്ത് വേറെ ആളുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വഴിക്ക്. കേരളത്തിലെ സമരം നയിച്ചത് ആരാണ് എന്താണെന്നൊക്കെ ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു രക്തസാക്ഷിയാണ് വർക്കല വിജയൻ. വർക്കല വിജയൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു. അവിടെ വടശ്ശേരിക്കോണം പ്രസന്നൻ ഉണ്ട്. വടശ്ശേരിക്കോണം പ്രസന്നൻ പറഞ്ഞ മറ്റു വാക്കുകൾ കൂടി ശ്രദ്ധിക്കാം. വിജയൻ്റെ മാതാവ് ശ്രീദേവി അമ്മ മരിക്കുന്നതിനും ഒരു 5 വർഷത്തിന് മുമ്പ് വരെ, അതായത് വിജയൻ
രക്തസാക്ഷിയായി 30 വർഷക്കാലം വരെയും അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു പോലീസുകാർ ഇങ്ങനെ മകനെ കൊണ്ടുപോയി കൊന്നു എന്നുള്ള വിവരം. അമ്മ എൻ്റെ മകൻ ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരും എന്നിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. ആരെയും വെളിയിൽ നിന്ന് വീട്ടിലേക്ക് അടുപ്പിക്കത്തുമില്ലായിരുന്നു. ഒരിക്കൽ EMS ആ വീട് സന്ദർശിച്ച അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ മകൻ പോയി, അവൻ ഇതൊരിക്കും വന്നില്ല എന്ന് EMSനോട് സൂചിപ്പിക്കുമ്പോഴത്തേക്ക് EMS കരഞ്ഞുപോയി. ആ കരഞ്ഞ മനസ്സിന് ഒരിക്കൽ പോലും ഈ സത്യം വെളിപ്പെടുത്താൻ മനസ്സ് തയ്യാറായില്ല എന്നുള്ളതാണ്. അത്രയേറെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. നമ്മളൊക്കെ വിചാരിച്ചു അദ്ദേഹം ഇങ്ങനെ പോലീസുകാർ കൊണ്ടുപോയതാണ്, പിന്നെ കണ്ടിട്ടില്ല, അതിൻ്റെ കേസ് നടന്നതാണ് എന്നുള്ള വിവരം അവിടെ പറയുമായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങിയില്ല ഈ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ. പക്ഷേ അമ്മ അവൻ എവിടെ ബോംബെയിലോ എവിടെ ജോലിക്ക് പോയതാണ്, ഇന്ന് വരും നാളെ വരും ഇങ്ങനെ പറഞ്ഞ് അവർ സമാധാനപ്പെടുകയാണ് ഉണ്ടായത്. അവരെ മക്കളും ഭർത്താവും ഒക്കെ സമാധാനപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത്ര ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇദ്ദേഹം പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നായനാർ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ വർഗീസിനെ കൊന്ന കൊലയാളികളെ പുനർവിചാരണ നടത്തി സത്യം കണ്ടെത്തിയതുപോലെ ഇതും സത്യം കണ്ടെത്താൻ വേണ്ടി എൻ്റെ മകൻ എവിടെ പോയി, പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി, എവിടെ പോയി, പിന്നെ അവൻ ഇതൊരിക്കലും കണ്ടു കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരാതി എഴുതി കൊടുത്തിട്ട് നായനാർ ഗവൺമെൻറ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അതിലൊക്കെ വളരെ 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 വിഷമമുണ്ട്, വേദനയുണ്ട്. ആ അമ്മ ആധി പിടിച്ചാണ് മരിക്കുന്നത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, വർക്കല വിജയൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ അന്ന് വർക്കല വിജയൻ്റെ സഹോദരൻ, അന്ന് വെറും 13 വയസ്സാണ് രവി എന്ന സഹോദരന്. അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിലല്ല താമസിക്കുന്നത്. സഹോദരൻ 13 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ഒരുപാട് നിയമയുദ്ധം നടത്തി. വർക്കല വിജയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ EMS ആ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. EMS സന്ദർശിച്ചു, അമ്മയോട് ഇക്കാര്യം പറയണമോ, കാരണം 23 വയസ്സിലാണ് വർക്കല വിജയൻ മരണമടയുന്നത്. അപ്പോൾ 23 വയസ്സ് വരെ അമ്മ ആറ്റുനോറ്റ് വളർത്തിയ മൂത്ത മകൻ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു വർക്കല വിജയന്. പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചതിൻ്റെ സങ്കടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇൻകുലാബ് ഉൾപ്പെടെ 5ഓളം നാടകങ്ങൾ ആ ചെറിയ പ്രായത്തിൽ അദ്ദേഹം എഴുതി പലയിടങ്ങളിലും അവതരിപ്പിച്ചു. എന്നിട്ട് വർക്കല മൈതാനം, അതായത് ഇന്ന് കാണുന്ന വർക്കല ടൗൺ, അവിടെ അദ്ദേഹം ഒരു യനാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകശാല തുടങ്ങി. ആ കാലഘട്ടം ആലോചിച്ച് വേണം. അവിടെ ഒരു പുസ്തകശാല തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളും നാടക പ്രവർത്തനങ്ങളുമായി നടക്കുന്ന സമയത്താണ് അറബിക്കടലിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് ചൂടേറിയ മുദ്രാവാക്യം വരുന്നത്. ആ മുദ്രാവാക്യത്തിൻ്റെ ചരിത്രമൊക്കെ ആലോചിക്കുമ്പോൾ M വിജയകുമാറും G സുധാകരനുമൊക്കെ എന്തുമാത്രം തീപ്പൊരിയായിരുന്നു അവരുടെ യൗവനമെന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ വേടൻ്റെ പാട്ടുകളും കേൾക്കുമ്പോൾ അന്നത്തെ യൗവനം, ഇന്ന് മുതിർന്നവരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ അന്നത്തെ യൗവനത്തിൽ ഇന്നത്തെ പോലെ വാട്സപ്പും യൂട്യൂബും ഒന്നും ഇല്ലാത്ത കാലത്ത് എന്തുമാത്രം തീഷ്ണമായിരുന്നു അന്നത്തെ യൗവനമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആ മുദ്രാവാക്യം കേരളമെങ്ങും അലയടിപ്പിച്ച നേതാക്കൾ, ആ നേതാക്കളുടെ വാക്കുകൾ ഏറ്റെടുത്ത് ഇവിടെ പോസ്റ്റ് ഒട്ടിച്ച വർക്കല വിജയനെ അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർ പറയുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നമുക്കറിയാം വർഗീസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CRPF ജവാനായിരുന്ന രാമചന്ദ്രൻ CRPF കോൺസ്റ്റബിൾ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജയറാം പടിക്കലൊക്കെ ജയിലിൽ കിടന്ന അവസ്ഥ. അതുപോലെ തന്നെ ദയാനന്ദൻ എന്ന് പറയുന്ന പോലീസ് ഡ്രൈവർ പറഞ്ഞു വർക്കല വിജയനെ പൊന്മുടിയിൽ കൊണ്ടുപോയി മരിച്ച ശേഷം, കൊലപ്പെടുത്തിയ ശേഷം പൊന്മുടി കാടുകളിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു, ആസിഡും പെട്രോളും ഒക്കെ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു എന്ന് വെളിപ്പെടുത്തി. അതിനുശേഷം 1 വർഷത്തോളം ഒരു ഉദ്യോഗസ്ഥനെ തടവിൽ പാർപ്പിച്ചു എന്നല്ലാതെ മറ്റ് ശിക്ഷാ നടപടികൾ നടന്നില്ല. എന്നിട്ട് ഏറ്റവും ക്രൂരമായ ഒരു സംഭവം, ഇവിടെ വർക്കല രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ, വർക്കല മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ രവി എന്ന് പറയുന്ന സഹോദരനെയും അമ്മയെയും ഒക്കെ വർക്കല രാധാകൃഷ്ണൻ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് പ്രൊജക്റ്റ് ചെയ്തു. എന്താണ്, ഈ ഇലക്ഷനിൽ ഇവർ ഇരകളാണ്, അടിയന്തരാവസ്ഥക്കാലത്തെ ഇരകളാണ് എന്ന് പറഞ്ഞ് വർക്കല വിജയന്റെ രക്തസാക്ഷിത്വം പറഞ്ഞ് വോട്ട് പിടിച്ചു. അന്ന് G കാർത്തികനാണ് വർക്കല രാധാകൃഷ്ണനെതിരെ മത്സരിച്ചത്. G കാർത്തികനും അന്തരിച്ചുപോയി. അന്തരിച്ച G കാർത്തികനാണ് അന്ന് ഇവിടെ സ്ഥാനാർത്ഥി. വർക്കലയിൽ മത്സരിച്ചു. G കാർത്തികേയൻ എന്ന്
പരാജയപ്പെട്ടു. ജി കാർത്തികേയന് വേണ്ടി അന്ന് വോട്ട് പിടിക്കാൻ വന്നത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി വന്ന് ക്യാമ്പയിൻ നടത്തിയിട്ട് പോലും വർക്കലയിൽ കോൺഗ്രസ് പാർട്ടി തോറ്റു. എന്നിട്ടും അന്ന് വർക്കല വിജയന്റെ അമ്മയും സഹോദരനും ഒക്കെ അന്ന് മുഖ്യമന്ത്രിയായ ഇ കെ നയനാരെ കാണാൻ പോയി. ഈ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യണം, പുനരന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നയനാരെ കാണാൻ പോയി. നയനാർ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. പ്രൈവറ്റ് സെക്രട്ടറി കത്ത് വാങ്ങി, പരാതി വാങ്ങി വെച്ചിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അനുവദിച്ചില്ല. അത് വളരെ വലിയ വേദനയായി ഇന്നും ഈ കുടുംബത്തിൻ്റെ മനസ്സിൽ നീറി നിൽപ്പുണ്ട്. ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഈ പല നേതാക്കളെയും പേരുദോഷം കൽപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞു അന്വേഷണത്തിനൊന്നും സാധ്യതയില്ല എന്ന് ഒരു മറുപടിയും കൊടുത്തു. അത് വലിയ വേദനയായി ഇന്നും ഇവരുടെ മനസ്സിലുണ്ട്. അതൊരു തീരാ കനൽ തന്നെയാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വർക്കല വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരിക്കലും മരിച്ചു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണം ഓർമ്മപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള വലിയ വിപ്ലവ കാഹളം തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല.